ഹേ ഗൈസ്, ഇറ്റ്സ് മീ ദേവിക. ഇറ്റ്സ് മീ ഭദ്ര എന്ന് പറയാനായിട്ട് ഭദ്രയൊന്നും ഇവിടെ ഇല്ല. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കാര്യം എന്താണെന്നുള്ളത് പറയാം. ഞാനിവിടെ മമ്മിയുടെ വീട്ടിലാണ്. അവൾ അവിടെയാണ്. അപ്പോൾ എന്താ പറയുക, അവിടെ ഇല്ലാത്തതിൻ്റെ നല്ലൊരു ഇതുണ്ട്. അതായത് എനിക്ക് വീഡിയോ പിടിച്ച് തരാനോ ക്യാമറ പിടിക്കാനോ. ഇപ്പം ഞാൻ ഈ വൺ മാൻ ഷോ ആയതുകൊണ്ട് തന്നെ എൻ്റെ കൈ കടക്കുന്നു. എനിക്കങ്ങനെ പിടിക്കാത്ത പോലും പറ്റുന്നില്ല. ഓക്കെ, എന്തിനോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് സമൂസയാണ്. സമൂസ ഉണ്ടാക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ സമൂസ ഉണ്ടാക്കാൻ പോവാണ്, അത്രേ ഉള്ളൂ. പക്ഷേ മോറോവർ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് സമൂസ ഉണ്ടാക്കാൻ അറിയില്ല. അത് ഞാനിവിടെ വലിയ കാര്യത്തിൽ നമുക്കൊന്ന് സമൂസ ഉണ്ടാക്കിയാലോ. ഞാനൊക്കെ എത്ര സമൂസ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ സിമ്പിൾ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് സമൂസ ഉണ്ടാക്കാൻ അറിയില്ല തോന്നാൻ. അതിന് ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് നമുക്ക് മറ്റേ ഇൻസ്റ്റൻറ്റ് ഷീറ്റ്സ് മേടിച്ചിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന്. എന്നിട്ട് ഇവിടുത്തെ കടകളിൽ ഷീറ്റ് കിട്ടുന്നില്ല ഗൈസ്. ഞാൻ ആകെ മൊത്തം നാറി തുടങ്ങി. അപ്പോൾ വിചാരിച്ച് ഓക്കെ, എന്തായാലും പറഞ്ഞു സമൂസ ഉണ്ടാക്കും, ഞാൻ അടിപൊളിയാണ് അങ്ങനെയാണ്. പിന്നെ എന്തായാലും ഉണ്ടാക്കി വെച്ച് അങ്ങനെ നടക്കണമല്ലോ. പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ തന്നെ ഷീറ്റ് ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ സമൂസ ഉണ്ടാക്കുന്നു. കുറച്ചും കൂടി ഒരു ക്ലാസ് പെർഫോമൻസ് ആയിരിക്കും. കാണാം, കണ്ടറിയണം. കാരണം ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടില്ല. എന്താവും എനിക്കൊരു ഐഡിയ ഇല്ല. സോ ഹോപ്പ്ഫുള്ളി നല്ലതായാൽ കൊള്ളാം, ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കഴിക്കാം. അല്ലെങ്കിലും തീരുമാനമാവും. കാരണം ഒരു ഡയലോഗ് അടിച്ചും ഇപ്പം ഡയലോഗിനുള്ള എല്ലാ കളിയാക്കളും ഞാൻ കേൾക്കേണ്ടി വരും. വേറെ കാര്യം എന്തായാലും ഞാൻ മാക്സിമം നന്നാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കും. നടന്നാൽ മതിയായിരുന്നു അങ്ങനെയാണ്. പിന്നെ സീൻ ഉണ്ടാവില്ലായിരിക്കും, കാരണം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അച്ഛനും ആളുവിന് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. സോ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സമൂസയുടെ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് 1 കപ്പ് മൈദപ്പൊടി, അങ്ങനെ രണ്ടാമത്തെ കപ്പ് ഇടാൻ പോണേ. നമുക്ക് 2 കപ്പ് മൈദപ്പൊടിയാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ കൂടി ഇടാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പിട്ടതിന് ശേഷം 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർക്കാനുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന പോലെ ആ ഒരു ഇതിൽ അധികം ലൂസാവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല, അങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുക്കണം. അധികം ലൂസാവാനും പാടില്ല, ഭയങ്കര ഓവറായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. ഓക്കെ, നമ്മുടെ മാവൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തണ പരിപാടിയാണ് ഉള്ളത് ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പരത്തി സഹായിക്കുന്നത് അച്ഛനാണ്. അച്ഛൻ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ട് പരത്തും. ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ചിട്ടുള്ള സംഭവം ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതുപോലത്തെ പരത്തിയതും വേറൊരെണ്ണം കൂടി ഇടണം. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് നമ്മൾ പരത്തി വലുതാക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ ഒരു 30 സെക്കൻഡ്സ് അതിൻ്റെ 2 സൈഡും ഒന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മുടെ ഷീറ്റ് സെറ്റ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പിലേക്ക് എത്താൻ പോവാണ്. അതായത് ഒരു എണ്ണം നമ്മളിങ്ങനെ വെച്ചു, അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ പൊടി ഇടുന്നു. ഈ പൊടി അത് എണ്ണ വയ്ക്കും, ഫുള്ള് എണ്ണ വയ്ക്കും. എണ്ണ വെച്ച് പൊടി വേക്കാം. പൊടി ഇത്തിരി ഇടണം. എണ്ണ ഒന്നെണ്ണം തേച്ച് കൊടുത്താൽ നമ്മൾ എണ്ണ തേച്ച് കൊടുത്തു. നല്ലോണം എണ്ണ ഇട്ട് കൊടുക്കണം. അത് ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 ഷീറ്റും കൂടിയിട്ട്
ഓക്കെ, ഇനി അതിൻ്റെ മേലെ കുറച്ച് കൂടി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തട്ടി കൊടുത്താൽ മതി. ഞാനിടാം. കുറച്ച് ഇടണമല്ലോ, അതുകൊണ്ട് വളരെ അധികം ഒന്നും ഇടണ്ട. അവിടെ ഇവിടെ ഇടയ്ക്ക് ഒന്ന് ഇട്ട് ഇങ്ങനെ കൊടുക്കാം കൂടി. ഓക്കെ, ഇനി അതിൻ്റെ മേലെ ഇത് വയ്ക്കി. എന്നിട്ട് സാധാരണ ദിവസം പരത്തണ പോലെ ഫുള്ള് പരത്തിയെടുക്കുക. അപ്പോൾ അതേ അച്ചാസം നല്ല മാക്സിമം വലിപ്പത്തിൽ പരത്തി തന്നിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്കിത് പാനിലിട്ടിട്ട് ഒരു സൈഡ് 30 സെക്കൻഡ്സും അടുത്തത് അപ്പുറത്തെ സൈഡ് ഇട്ടിട്ട് 30 സെക്കൻഡ്സും ആയിട്ടൊന്ന് ചൂടാക്കി എടുക്കും. വേണ്ട, നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 സെക്കൻഡ് ഒരു സൈഡും, അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ മറിച്ചിട്ടിട്ട് 30 സെക്കൻഡ്സ് അതിൻ്റെ അടുത്ത സൈഡും ചൂടാക്കും. അപ്പോൾ നമ്മളിത് അതിനെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, അപ്പം ഇത്ര ആവാൻ പാടുള്ളൂ. ഭയങ്കരമായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാലത്തെ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊരിയും, ക്രിസ്പിയാവും. അപ്പോൾ അതങ്ങനെ ആക്കാൻ പാടില്ല. അപ്പോൾ 30 സെക്കൻഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതും സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ. ഭയങ്കര ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും ചെയ്യണ്ട, വളരെ സിമ്മിലിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. രണ്ടെണ്ണം കൂടി ഒരുമിച്ച് വെച്ച് പരത്തിയപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും, ഇത് രണ്ടെണ്ണം വേറിട്ട് കിട്ടുമെന്ന്. അപ്പോൾ കണ്ടത് നമ്മൾ ചൂടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് ഇതിനെ എടുക്കാൻ പറ്റും. പതുക്കെ പിടിച്ച് പൊന്തിച്ച് രണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാതും പരത്തി കഴിഞ്ഞ് ഇതാക്കി എടുത്തിട്ടുണ്ട്, ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഷീറ്റാക്കി എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വട്ടനുള്ള സംഭവത്തിൻ്റെ സൈഡ് കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഫോമിലാക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഷീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് സവോള. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതിയേ. അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് കണ്ടിട്ട് ബാക്കിയിട്ട് കൊടുക്കാം. ഒന്നും വിചാരിക്കരുത്, ഒരു കയ്യിൽ ഇളക്കലും ഒരു കയ്യിൽ ക്യാമറയാണ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മളിതിനൊക്കെ ഒന്ന് എല്ലാ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ആയിപ്പോയതാണ്, മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നേരത്തെ ഞാൻ മഞ്ഞപ്പൊടി ഒരു പേരിന് ഒരു 1/4 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കണം. ഇതൊരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതും ഒരു ലേശം മതി. ഇത്ര ഇട്ടു. ഇനി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടികൾ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതൊരു 1/2 സ്പൂൺ എടുത്തിട്ടില്ല. നേരത്തെ 1 സ്പൂണാണ് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം.
അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇനി ബാക്കി ഇവിടെ ഇളകണില്ല അവിടെ. ബാക്കിയുള്ള വെജിറ്റബിൾസ് എന്തൊക്കെ ഇടണമെന്നുള്ളത് നമുക്കിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതാണ് നമ്മുടെ വെജിറ്റബിൾസ്. ഇത് മിക്സ്ഡ് വെജിറ്റബിൾസ് നമ്മൾ ഫ്രോസൺ മേടിച്ചിട്ടുള്ളതാണ്. അതാണ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാൻ പോകുന്നത്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം എല്ലാ മസാലയൊക്കെ കൂടി ഇതിൽ പരട്ടി വന്നതിന് ശേഷം ഒന്ന് ടേസ്റ്റ് നോക്കണം. ചിലപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. കാരണം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഇനി ഇതിന് വല്ല ഉപ്പിൻ്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഒക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മുടെ മസാലയുടെ പരിപാടി കഴിഞ്ഞു, ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ നേരെ എടുത്തിട്ടിട്ട് ആക്കണം. നമുക്ക് ഇതിനുള്ളിൽ എങ്ങനെ ഇതാ നമ്മുടെ ഷീറ്റ്. ഈ ഷീറ്റിൽ എങ്ങനെ പൊതിയാന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം മൈദ വെറുതെ വെള്ളത്തിൽ കിടക്കിച്ചിട്ട് ഉള്ള സംഭവം വെച്ചിട്ട് ഒട്ടിക്കാം. അതാണ് നമ്മുടെ ഒട്ടിക്കൽ വർക്കിന് നമ്മൾ എടുക്കാറുണ്ട്. എന്നിട്ട് ഈ എഡ്ജും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കോൺ ഷേപ്പ് കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഇതിലേക്കാണ് ഫില്ലിങ്സ്. അതന്നെ ഒരു പൗച്ച് പോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഉണ്ടാക്കിയിട്ടത് അത് ഓപ്പോസിറ്റ് ഭാഗം പിടിച്ചിട്ട് മാവ് തേക്കാം. മൈദമാവ് നല്ലോണം തേക്കാം. നമുക്ക് ഒപ്പിച്ച് കൊടുക്കാം. അത് പൗച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്നിട്ട് ഈ ഭാഗവും ഇതുപോലെ തന്നെ തേച്ചിട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നമ്മുടെ സമൂസേനെ ഉണ്ടാക്കി. നമ്മുടെ സമൂസകൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കണ്ടാൽ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സമൂസ. നമ്മുടെ സമൂസയും പിന്നെ അതിന് വേണ്ടി നമ്മളൊരു ചെറിയ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദേഫസിന്റെ വള കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ലുക്കിംഗ് സോ പ്രിറ്റി. ഓക്കെ, വാ ഇനി എടുത്ത് കഴിച്ചോക്ക്. എങ്ങനെയാണെന്ന് പറ. അമ്മമ്മ ഉണ്ട് ഇവിടെ. നമുക്ക് അമ്മമ്മ ആ തോട് കഴിച്ചാൽ അമ്മമ്മക്ക് അതിന് ടേസ്റ്റ് മനസ്സിലാവില്ല. നമുക്ക് അതിൽ ഡിപ്പ് ചെയ്ത് കഴിച്ച് നോക്കിയാ. നമുക്ക് എന്നിട്ട് കഴിച്ച് നോക്ക്. എങ്ങനെയാണെന്ന് പറയട്ടാ. സൂപ്പർ. കഴിക്കേ. അച്ഛൻ്റെ അവരുടെ അടുത്ത് കഴിച്ച് നോക്കിയാ. കഴിച്ച് നോക്ക്. എന്നിട്ട് മാമ നമുക്ക് എടുക്കാം. അച്ചാച്ചന് ഞാൻ ഡിപ്പ് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കേ